ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ. അപ്പോൾ കൈൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതേപോലെ ഒരു സ്പൈറൽ വരച്ചിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ടിട്ട് ഒരു ഫ്ലവർ വരച്ചിട്ട് അതിനെ ഉള്ളിലാക്കിയിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലായിട്ട് ഇതേപോലെ ഹംസ് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ 3 എന്നൊക്കെ എഴുതൂലേ, അതേപോലെ ഒരു ഷേപ്പ് വരച്ചെടുത്തിട്ട്, അതായത് 2 സ്കാലപ്പ് വരച്ചിട്ട് അതിന് 2 ഔട്ട്ലൈനും കൂടെ കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഹംസ് വരയ്ക്കുക. ആ ഒരു ഡിസൈനിൻ്റെ മേലായിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ മേലായിട്ട് ലീഫ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഫിംഗറിൻ്റെ അറ്റത്ത് ഇതേപോലെ 4 ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലിരുന്ന ഒരു സ്പേസിൽ ഈ ഒരു എലമെന്റ് വരച്ചു. തം ഫിംഗറിലും ഇതേപോലെ 4 ലൈൻസ് വരച്ച് സെൻറ്റർ ഭാഗം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അടിയത്തെ ലൈനിൽ ഹംസ് വരച്ചിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഇതേപോലെയുള്ള എലമെന്റ് ആഡ് ചെയ്തിട്ട് പിന്നെ വരുന്ന ഉള്ളിൽ വരുന്ന ഒരു സ്പേസിൽ ഇതേപോലെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും. പിന്നെ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ ആ ഒരു മിനി റോസ് ഫ്ലവറും വെച്ചിട്ട് ഒരു ഫ്ലവർ ബഞ്ച് ഇങ്ങനെ വിട്ട് വരച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഗ്രിഡ് പാറ്റേണിൽ വരച്ച് കൊടുക്കുക. അതിനുശേഷം അതിനെ ടച്ച് ചെയ്തിട്ട് തന്നെ ലീഫ് വരക്കുക. അതിൻ്റെ താഴെയിട്ട് ഇതേപോലെ 2 ഫ്ലവറും മിക്സ് ചെയ്തിട്ട് വരക്കുക. ഫിംഗറിലും ഈ സെയിം മെത്തേഡിൽ തന്നെ ഡിസൈൻ വരച്ചെടുക്കുക കേട്ടോ. ഗ്രിഡ് ആഡ് ചെയ്തിട്ട് പിന്നെ ചെറിയ ഫിംഗറിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗ്യാപ്പിൽ ഇതേപോലെയുള്ള എലമെന്റ് വരച്ചിട്ട് അതുമ്മേ ലീഫ് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഡിസൈൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡിസൈനിൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്.